മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് വാട്ടർ ബോട്ടിൽ വഴി നമ്മുടെ ശരീരത്തിലേക്ക് മൈക്രോ പ്ലാസ്റ്റിക് എത്തും. അതിൻ്റെ ബോട്ടിൽസ്, അതിൻ്റെ ക്യാപ്പ്, ഇതൊക്കെ കാരണമാണ്. അതുപോലെ തന്നെ ഫുഡ് പാക്കിംഗ് പ്രൊഡക്റ്റ്, ഫുഡ് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന അതുവഴി ഫുഡിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് മൈക്രോ പ്ലാസ്റ്റിക് പ്രവേശിക്കും. അതുപോലെ തന്നെ എയർ ബോൺസ് ആയിട്ട് നമ്മുടെ വായുവിലൂടെയൊക്കെ നമ്മുടെ ശരീരം, നമ്മുടെ ക്ലോത്ത്, അങ്ങനെയുള്ള നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന മെറ്റീരിയലൊക്കെ നമ്മൾ ശ്വസിക്കുന്നതിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് എത്തും. മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ ബ്ലഡിൽ, അതുപോലെ നമ്മുടെ ലങ്സിലൊക്കെ, നമ്മുടെ സെല്ലുകളിലൊക്കെ ഇത് കലരുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഡിസോൾവ് ആകാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ്, അതുപോലെ തന്നെ തൈറോയ്ഡ് ഇഷ്യൂസ്, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ ശരീരത്തിൽ ഈ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വാട്ടർ ബോട്ടിലുകൾ, അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം അതിൽ കോൺഷ്യസ് ആകുക എന്നുള്ളതാണ് പറയുന്നത്.